ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ്സ് ആൻഡ് ബ്യൂട്ടി ടിപ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കാരമൽ മിൽക്ക് കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. നല്ല സോഫ്റ്റാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനതിനായിട്ടിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. കാച്ചി റൂം ടെമ്പറേച്ചറിലാക്കിയ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൈദയുടെ പകുതി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിനെ നന്നായിട്ട് അരിച്ച് നമുക്ക് ആ പാലിലേക്ക് ഇടാം. ഇപ്പോൾ മൈദ എല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം അരിച്ച് വേണം അതിലേക്ക് ഇടാൻ. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി മൈദയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് കൊടുക്കാം. അടുത്തായിട്ട് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം മാത്രമേ ചേർക്കാവൂ. ഒട്ടും തരിയില്ലാതെ വേണം പൊടിച്ചെടുക്കാൻ. ഇപ്പോൾ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്കോ സ്പൂണോ എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതേ കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതേ ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 4 സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പില്ലാത്ത ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 2 സ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒത്തിരി സമയം നമ്മൾ ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരു 5 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് മതി. ഇനി നമുക്ക് നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുത്ത ശേഷം ഒരു ബട്ടർ പേപ്പറോ ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പറോ വെച്ചിട്ട് നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ ഒരു ചെറിയ റിങ് ഇട്ടിട്ട് അതിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിലൊരു ജസ്റ്റ് ഒരു 40 to 45 മിനിറ്റ്സ് വരെ വെച്ചിരുന്നാൽ മതി. അന്നേരത്തേക്ക് ഇത് ബേക്കായി കിട്ടും. ഞാനിപ്പോൾ വെച്ചിട്ട് 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഉള്ളിൽ വെന്തിട്ടുണ്ടോ നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടൂത്ത് പിക്ക് ഇവിടെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അതിനെ ആ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. ഒന്ന് താഴേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടും. ഫ്രിഡ്ജിലോട്ടൊന്നും വെക്കേണ്ട. നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ നമുക്കിനി കാരമലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് കാരമലിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനിലേക്ക് 4 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി കളറൊന്ന് ചേഞ്ചായി വരുന്ന ടൈമിൽ ഞാനിപ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ആ നെയ്യും പഞ്ചസാരയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, കാരണം പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. അപ്പോൾ കട്ട കെട്ടാതെ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. നമുക്കിനി അതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പഞ്ചസാര എല്ലാം നന്നായിട്ട് പാലുമായിട്ട് മെൽറ്റായി വരണം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ കളറൊന്ന് ചേഞ്ചായി നല്ല തിക്കായിട്ട് കിട്ടണം. നമുക്ക് കേക്കിൻ്റെ പുറത്തേക്ക് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഒലിച്ചു പോവാതെ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ അതിൻ്റെ പുറത്ത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അതിൽ വെച്ചിരുന്ന ബട്ടർ പേപ്പർ എല്ലാം ഇളക്കി മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകൾ ഭാഗം തിരിച്ചെടുക്കാം. തിരിച്ചെടുത്ത ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നമുക്ക് പാല് ബ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക്. അപ്പോൾ പാല് താഴേക്ക് ഇറങ്ങി പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഹോളിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചോ എന്തെങ്കിലും. അതിനുശേഷം നമുക്കിതുപോലെ പാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിലേക്ക്. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ഒഴിക്കാവൂ. ഇതുപോലെ അതിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കാരമൽ കേക്ക് റെഡി ആയിട്ടുണ്ട്.
ഇപ്പം ഞാൻ ഫുൾ അതിൻ്റെ സൈഡിലുമൊക്കെ അത് തന്നെ തനിയെ അങ്ങ് ഒഴുകി താഴോട്ട് പൊയ്ക്കോളും. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വിപ്പിംഗ് ക്രീം വെച്ച് ചെറിയൊരു പൂ പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മിൽക്ക് കാരമൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ നിങ്ങൾ കാരമൽ ഒഴിക്കാവൂ. പിന്നെ അതുപോലെ കേക്ക് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ഒഴിക്കാവൂ. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാം വളരെ ഈസിയാണ്. വേറെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക, കമൻറ്റ് ചെയ്യണം എല്ലാവരും. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.